നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ചില തിരക്കുകൾ കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ പോയതാണ്. ഇന്നു മുതൽ ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്കറിയാം, കേരള PSC ലേറ്റസ്റ്റായി നിരവധി നോട്ടിഫിക്കേഷനുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷനുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നിരുന്ന LDC നോട്ടിഫിക്കേഷൻ തന്നെയാണ്. LD ക്ലർക്ക് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം കേരള PSC റിലീസ് ചെയ്തിരുന്നു. കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള ക്ലർക്ക് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുവാൻ പോകുന്നത്. 26,500 മുതൽ 60,700 രൂപ വരെയുള്ളൊരു സ്കെയിൽ ഓഫ് പേ ആയിരിക്കും LD ക്ലർക്ക് പോസ്റ്റുകൾക്ക് ലഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 14 ജില്ലകളിലും കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒഴിവുകളുടെ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. 14 ജില്ലകളിലേക്കുമുള്ള റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിരവധി ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും. LD ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുകയാണെങ്കിൽ മിനിമം SSLC പാസ്സായിരിക്കണം എന്നുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണ് ആവശ്യപ്പെടുന്നത്. SSLC 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാ ആളുകൾക്കും LD ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രിയുള്ള ആളുകൾക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ലഭിക്കുന്നത് പോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2024 ജനുവരി 3-ാം തീയതിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായി തന്നെ ഓർത്തിരിക്കുക. അതിനു മുൻപേ തന്നെ കേരള PSC വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്തായാലും മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന മികച്ചൊരു അവസരം തന്നെയാണ് കേരള PSC ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നിരുന്ന LGS നോട്ടിഫിക്കേഷനും ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് നോട്ടിഫിക്കേഷനും കേരള PSC കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. 23,000 മുതൽ 50,200 രൂപ വരെയുള്ളൊരു പേ സ്കെയിലായിരിക്കും LGS പോസ്റ്റുകൾക്ക്, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റുകൾക്ക് ലഭിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 ജില്ലകളിലും കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. ഒഴിവുകളുടെ എണ്ണം വ്യക്തമല്ല, എന്നാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനാൽ നിരവധി ഒഴിവുകൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ കൂടി ലഭിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് LGS പോസ്റ്റുകളിലേക്ക് ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിഗ്രി പാസ്സായിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിഗ്രി പാസ്സാവാത്ത മിനിമം 7ാം ക്ലാസ്സെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്കെല്ലാം ഈ പറയുന്ന LGS പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമായി തന്നെ നൽകിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ നിരവധി യുവതി യുവാക്കൾക്ക് ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. LGS പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2024 ജനുവരി 17-ാം തീയതിയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കേരള PSC വഴി നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്നൊരു സെക്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ കുറച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 6ാമതായിട്ട് ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് ജനറൽ എന്നൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് 4ാമതായിട്ട് നോട്ടിഫിക്കേഷൻ നമ്പർ 503/2023 ക്ലർക്ക് എന്ന പോസ്റ്റ് കാണാം. അതിന് നേരെ കാണുന്ന ചെക്ക് എലിജിബിലിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കുക. അതുപോലെ തന്നെ വീണ്ടും കുറച്ചുകൂടി താഴത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ 535/2023 ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന നോട്ടിഫിക്കേഷൻ കാണാം. അതിന് നേരെ കാണുന്ന ചെക്ക് എലിജിബിലിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി അപ്ലൈ ചെയ്യുക. എന്തായാലും LGS പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2024 ജനുവരി 17-ാം തീയതിയും അതുപോലെ തന്നെ LDC പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2024 ജനുവരി 3-ാം തീയതിയുമാണ്. എന്തായാലും ഈ പറയുന്ന ഡേറ്റുകൾക്ക് മുൻപായി തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായി ശ്രദ്ധിക്കുക. മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ 7ാം ക്ലാസ്സും അതുപോലെ തന്നെ 10ാം ക്ലാസ് ഒക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. എന്തായാലും LDC LGS നോട്ടിഫിക്കേഷനുകളുടെയും അതുപോലെ തന്നെ കേരള PSC തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്കും ഞാൻ താഴെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവ പരിശോധിച്ച് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.